നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മോദിയെ കുടുംബമില്ലാത്തവനെന്ന് പരിഹസിച്ച് ലാലു പ്രസാദ് യാദവ്. രാഹുൽ ഗാന്ധിയുടെ ചൗക്കിദാർ ചോർഹെ എന്ന പരിഹാസം ഒരിക്കൽ ഇന്ത്യയൊട്ടാകെ കത്തിപ്പടർന്നിരുന്നു. മേം ബി ചൗക്കർ എന്ന പ്രചാരണത്തോടെ തല ഉയർത്തിയാണ് അന്ന് BJP അണികൾ നിരന്നു നിന്നത്. പിന്നെ മണിശങ്കർ അയ്യരുടെ ചായക്കാരൻ പരിഹാസവും കോൺഗ്രസിന് തിരഞ്ഞെടുപ്പിൽ ക്ഷീണമായി. തങ്ങളുടെ വോട്ട് ബാങ്കിന്റെ പുഷ്ടി ഓരോ നിമിഷവും ശോഷിക്കുന്നതിന് രോഷം തീർക്കുന്ന പ്രതിപക്ഷത്തെയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്നലെ വീണ്ടും മോദിക്കെതിരെ കനത്ത പരാമർശത്തോടെ വീണ്ടും അവർ എത്തിയിരിക്കുകയാണ്. വോട്ട് നേടാൻ ഏതറ്റം വരെ തരം താഴാമോ അത്രയും തരം താഴാമെന്ന് പ്രതിപക്ഷം തെളിയിക്കുകയാണ്. പ്രധാനമന്ത്രി കുടുംബമില്ലാത്തവനെന്ന പരിഹാസത്തോടെ രംഗത്തെത്തിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് ലാലു പ്രസാദ് യാദവാണ്. ഏതു വിധേനയും വോട്ട് നേടണമെന്ന ചിന്ത മുന്നിൽ കണ്ട് വായിൽ തോന്നിയത് വിളിച്ചു കൂവിയപ്പോൾ അത് ഇത്ര വിവാദമാകുമെന്ന് ലാലു പ്രസാദ് യാദവ് കരുതിയില്ല. പക്ഷേ സംഭവം കത്തിക്കയറി. ഇപ്പോൾ മോദി കാ പരിവാർ എന്ന മുദ്രാവാക്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒട്ടാകെ മുഴങ്ങുന്നത്. BJP നേതാക്കളെല്ലാം അവരുടെ സോഷ്യൽ മീഡിയ ബയോകൾ ഇപ്പോൾ മോദി കാ പരിവാർ എന്നാക്കി മാറ്റി. മോദിയുടെ കുടുംബവാഴ്ച രാഷ്ട്രീയത്തിനെതിരായ വിമർശനത്തിന് തിരിച്ചടിയായിരിക്കുകയാണ്. പ്രധാനമന്ത്രി മോദിക്ക് കുടുംബമില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാകുമെന്നാണ് ലാലു പ്രസാദ് യാദവ് പ്രതികരിച്ചത്. മേരാ ഭാരത് മേരാ പരിവാർ എന്നായിരുന്നു മോദിക്ക് ലാലുവിനുള്ള മറുപടി. പാറ്റ്നയിൽ നടന്ന റാലിയിലാണ് കുടുംബമില്ലാത്തവനെന്ന് മോദിയെ ലാലു പ്രസാദ് യാദവ് പരിഹസിച്ചത്. ഇന്ത്യയാണ് തന്റെ കുടുംബമെന്നും ഇന്ത്യക്കാർ തന്റെ കുടുംബമാണെന്നും മോദി തിരിച്ചടിച്ചു. തെലങ്കാനയിൽ നടന്ന റാലിയിലായിരുന്നു മോദിയുടെ മറുപടി. ഇന്ത്യ എന്ന കുടുംബമാണ് തൻ്റേത്. 144 കോടി ജനങ്ങളും കുടുംബാംഗങ്ങളാണ്. ആരുമില്ലാത്തവർ ബന്ധുക്കളാണെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു. പിന്നാലെ മോദിയുടെ കുടുംബ പ്രചരണവുമായി BJP കളത്തിലിറങ്ങി. അമിത് ഷാ, JP നദ്ദ തുടങ്ങിയ നേതാക്കളെല്ലാവരും മോദിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സോഷ്യൽ മീഡിയ ബയോ മോദി കാ പരിവാർ എന്നാക്കി മാറ്റി. നിലവിൽ ലാലു പ്രസാദ് യാദവിന് നേരെ ശക്തമായ പ്രത്യാക്രമണമാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. രാജ്യം മുഴുവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുടുംബമാണ് എന്നാണ് പ്രചാരണം.